അപ്പൻ്റെ ചാവരുളിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. വിശുദ്ധ ചാവറപ്പിതാവ് കുടുംബങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും വേണ്ടി എഴുതി നൽകിയ ഒരു നല്ലയപ്പൻ്റെ ചാവരുൾ എന്ന ഉപദേശ സമാഹാരത്തിൽ നിന്നും ഇന്ന് മക്കളുടെ നന്മയ്ക്ക് വേണ്ടി ചാവറപ്പിതാവ് എന്താണ് പറയുന്നത് എന്ന് നമുക്ക് കേൾക്കാം. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന വിഷയം നമ്മുടെ ചാവറപ്പിതാവ് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി എഴുതിയിരിക്കുന്ന വചനങ്ങളുടെ ഒരു തുടർച്ചയാണ്. നമുക്കത് ശ്രവിക്കാം. മക്കളെ, നിങ്ങളുടെ കാരണവന്മാരെ ബഹുമാനിക്കാനും അവരുടെ മനസ്സിനെ നൊമ്പരപ്പെടുത്താതിരിക്കാനും ദൈവപ്രമാണത്താൽ എത്രയോ കടപ്പെട്ടിരിക്കുന്നു. അതിനാൽ ദൈവപ്രമാണത്തിൽ 4-ാമത്തേത് ലംഘിക്കുന്നവർക്ക് പരലോകത്തിൽ തന്നെയല്ല ഈ ലോകത്തിൽ കൂടെയും ദൈവശാപം കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നല്ലവണ്ണം ഓർത്തുകൊള്ളുവിൻ. ചാവറപ്പിതാവിൻ്റെ ഈ ഒരു ഉപദേശം വിശുദ്ധ ഗ്രന്ഥത്തെ പശ്ചാത്തലമാക്കിയുള്ളതാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഈ ഒരു ഉപദേശ വചനങ്ങളുടെ തുടർച്ചയിൽ നമ്മൾ ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്നവരുമായി ചേർന്ന് നമ്മുടെ കുടുംബജീവിതത്തിൽ മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധത്തെ അടിസ്ഥാനമാക്കിയുള്ള ചില ചിന്തകൾ പങ്കുവയ്ക്കുകയാണ്. ഇന്ന് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം എന്ന് പറയുമ്പോൾ മാതാപിതാക്കൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്തുകൊണ്ടാണ് ചെറുപ്പം മുതൽ നമ്മൾ വളർന്നു വരുന്നത്, ഇല്ലേ? അങ്ങനെ കുടുംബത്തിൽ നമ്മൾ പറഞ്ഞു കേൾക്കുന്ന കാര്യങ്ങൾ, നമ്മൾക്ക് അനുസരിക്കുവാൻ കടമയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായി അനുസരിച്ച് പോരുന്ന മക്കൾ നല്ല മിടുക്കന്മാരും മിടുക്കികളുമാകുന്നുണ്ട്. നിങ്ങളൊക്കെ അങ്ങനെ നല്ല മിടുക്കന്മാരും മിടുക്കികളുമാണെന്നാണ് ഞങ്ങൾ കരുതുന്നത്. അങ്ങനെ കരുതുന്നതിൽ തെറ്റില്ലല്ലോ, ഇല്ല. അപ്പോൾ വളരെ സന്തോഷം. അപ്പോൾ നമ്മൾക്കറിയാം, പക്ഷേ നമ്മളെപ്പോലെ നല്ല മക്കളാകേണ്ട ഒത്തിരിയേറെ കുഞ്ഞുങ്ങൾ മാതാപിതാക്കളുടെ ഉപദേശങ്ങളെ കൃത്യസമയത്ത് മനസ്സിലാക്കാത്തത് കൊണ്ടോ തിരിച്ചറിയാത്തത് കൊണ്ടോ നല്ല രീതിയിൽ അത് മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് നല്ല വഴി പറഞ്ഞു കൊടുക്കുവാൻ നല്ല മാതാപിതാക്കൾ പലപ്പോഴും ഉണ്ടാകുന്നില്ല. അങ്ങനെ വരുമ്പോൾ അവർ സമൂഹത്തിൽ വളരെ ബുദ്ധിമുട്ടുള്ള പല മേഖലകളിലേക്കും കടക്കുകയും സമൂഹത്തിന് വലിയ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന കുഞ്ഞുങ്ങളാവുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് മാതാപിതാക്കൾ പറയുന്ന കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കി അനുസരിച്ച് ജീവിക്കുന്ന മക്കൾ നല്ല മക്കളായി വളരുന്നത് പോലെ തന്നെ അങ്ങനെ അല്ലാത്ത മക്കൾ സമൂഹത്തിൽ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു സാഹചര്യത്തിൽ വളരുമ്പോൾ അവരെ എങ്ങനെ വിശുദ്ധ വഴികളിലേക്ക് കൊണ്ടുവരാം എന്നുകൂടിയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ദർശനത്തിൻ്റെ വഴിയിൽ ചിന്തിക്കുന്നത്. നമ്മോടൊപ്പം ഇന്ന് സിസ്റ്റർ ജാൻസീന CMC ഉണ്ട്. സിസ്റ്റർ ജാൻസീന CMC സഭയുടെ ജനറൽ കൗൺസിലറാണ്. വിശുദ്ധ ചാവറപ്പിതാവ് തന്നെ തുടങ്ങിയ 1866 തുടങ്ങിയ സന്യാസിനി സഭയാണ്, കേരളത്തിലെ ആദ്യത്തെ സന്യാസിനി സഭയാണ് CMC സഭ. ആ സഭയുടെ ഇന്നത്തെ സാമൂഹ്യ സേവന വിഭാഗത്തിന് ജനറൽ കൗൺസിലറായ സിസ്റ്റർ ജാൻസീനയാണ് നമ്മുടെ അതിഥിയായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത്. സിസ്റ്റർ ജാൻസീന ജുവനൈൽ ജസ്റ്റിസ് കോർട്ടിൻ്റെ ഇടുക്കി ജില്ലയുടെ മെമ്പറായിട്ട് സേവനം ചെയ്തയാളാണ്. 1990 മുതൽ സ്കൂൾ കൗൺസിലിങ്ങിലും ഫാമിലി കൗൺസിലിങ്ങിലുമൊക്കെയായി വളരെ സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നയാളുമാണ്. സിസ്റ്റർ ജാൻസീനയ്ക്ക് ശാലോമിൻ്റെ ഈ ഒരു നല്ലയപ്പൻ്റെ ചാവരുൾ എന്ന ഈ പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ആശംസിക്കുകയാണ്. ചാവറപ്പിതാവ് പറഞ്ഞ ഈ ഒരു ദർശന വഴികളിൽ നമുക്ക് ധാരാളം മക്കൾ ഇന്ന് പിന്തുടരുകയാണ്. ഒരുപക്ഷെ ഈ ശാലോം TVയുടെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ധാരാളം കുഞ്ഞുങ്ങൾക്ക് ചാവറപ്പിതാവ് 1.5 നൂറ്റാണ്ട് മുമ്പ് പറഞ്ഞ, കൃത്യമായി പറഞ്ഞാൽ 1868 ചാവറപ്പിതാവ് ഇത് 148 വർഷങ്ങൾക്ക് മുൻപാണ് ഇത് എഴുതുന്നത്. അന്ന് ഇതെഴുതുമ്പോൾ ഇന്നും ഇത് പ്രസക്തമാണ് എന്ന് നമ്മൾ ഓരോ കാലഘട്ടങ്ങളിലൂടെ തിരിച്ചറിയുകയാണ്. ഈ വിഷയം ഇന്ന് നമ്മോടൊപ്പം ചർച്ച ചെയ്യാൻ വേണ്ടി നമ്മളുടെ കൂടെ കൂടുന്നത് കോഴിക്കോട് ജില്ലയിലെ പ്രശസ്തമായ മോൺസിഞ്ഞോർ റെയ്മണ്ട് മെമ്മോറിയൽ പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. അപ്പോൾ എല്ലാവരും ഈശോയെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുന്ന കത്തോലിക്ക മതധാരയിലൂടെ വളരുന്ന വിദ്യാർത്ഥികളാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. പ്രിയപ്പെട്ട സിസ്റ്റേഴ്സിനും കൂട്ടുകാർക്കും ശാലോം TVയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുകയാണ്. നമ്മളുടെ ചർച്ചയിലേക്ക് നമുക്ക് വരാം.
മാതാപിതാക്കളെ നൊമ്പരപ്പെടുത്താതിരിക്കുക അതെല്ലാ മക്കളിൽ നിന്നും പ്രതീക്ഷിക്കുന്ന കാര്യമാണ്. നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് തരുന്ന നന്മകളെപ്പറ്റി തിരിച്ചറിവുള്ളവരായാൽ മാതാപിതാക്കളെ നമുക്ക് വേദനിപ്പിക്കാൻ കഴിയില്ല. പക്ഷേ ആ തിരിച്ചറിവ് പല മക്കൾക്കും കിട്ടുന്നത് അവർക്ക് മക്കളുണ്ടാകുന്ന സമയത്ത് മാത്രമാണ്. മക്കളായിട്ട് വളരുന്ന കുഞ്ഞുനാളിൽ പലപ്പോഴും മാതാപിതാക്കളെ വേദനിപ്പിക്കുകയാണോ എന്ന് പലരും ചിന്തിക്കുന്ന പോലുമില്ല. മക്കളുടെ ജീവിതാനുഭവത്തിലേക്ക് തിരിഞ്ഞു നിന്ന് നമ്മൾ ഈ ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ അനുസരണശീലം കുടുംബത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അനുസരണയുള്ള മക്കളായിട്ട് മക്കൾ വീടുകളിൽ വളർന്നു വരികയാണ്. അതേസമയം തന്നെ നിരവധി ഉപദേശങ്ങൾ മക്കൾക്ക് മാതാപിതാക്കൾ തരുന്നുണ്ട്. ചിലത് ചെയ്യണം, ചിലത് ചെയ്യരുത്, അല്ലേ? അങ്ങനെയല്ലേ നിങ്ങളോട് പറയാറ്? എന്തൊക്കെയാണ് ചെയ്യരുത് എന്ന് പറയുന്ന കാര്യങ്ങൾ, എന്തൊക്കെയാണ് ചെയ്യണം എന്ന് പറയുന്ന ഉപദേശങ്ങൾ എന്തൊക്കെയാണ്? ഏത് കാര്യത്തിലാണ് നിനക്ക് ഏറ്റവും കൂടുതൽ കറക്ഷൻ കിട്ടുന്നത്, ഉപദേശം കിട്ടുന്നത്? എൻ്റെ പേര് ഡിനിതാവി തോമസ്. ഞാൻ 9th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. കൂടുതലായും പഠിക്കണം എന്നാണ് വീട്ടിൽ നിന്ന് എപ്പോഴും പറയുന്നത്. നീ പഠിക്കുന്നില്ലാത്തതുകൊണ്ടാണോ? അല്ല, പഠിക്കുന്നുണ്ട്, ഇനിയും പഠിക്കണം എന്നാണ്. നന്നായിട്ട് പഠിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ. പിന്നെ ചെയ്യരുതെന്ന് പറയുന്നത് അധിക നേരം എപ്പോഴും ടി വിയുടെ മുന്നിൽ ഇരിക്കരുതെന്നാണ്. രണ്ടും കൂടെ നടത്താൻ നിനക്ക് പറ്റുന്നില്ല അല്ലേ? ടി വിയുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് പഠിക്കാൻ പറ്റുന്നില്ല, അതാണ് പ്രശ്നം. ഓക്കെ, മോളോട് എന്താണ് കൂടുതൽ പറയുന്നത്? എൻ്റെ പേര് റിയ, ഞാൻ 9th പഠിക്കുന്നു. എൻ്റെ വീട്ടിൽ നന്നായി പഠിക്കണം എന്ന് പറയാറുണ്ട്, ടി വി കാണുന്നത് കുറയ്ക്കണം എന്ന് പറയാറുണ്ട്. രണ്ടുപേരും ഒരു വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്. മറ്റേ പിന്നെ വീട്ടുജോലികൾ അമ്മേനെ സഹായിക്കണം എന്ന് പറയാറുണ്ട്. സഹായിക്കാറുണ്ടോ? എപ്പോഴും അങ്ങനെ പറയാറുണ്ടല്ലേ? എന്നെ സഹായിക്കണം, എന്നെ സഹായിക്കണം എപ്പോഴും പറയാറുണ്ട്. അല്ല, എപ്പോഴും പറയുന്നില്ല. മോളെന്ത് പറയുന്നു? എൻ്റെ പേര് സിൻഡ എന്നാണ്. ഞാൻ 9th പഠിക്കുന്നത്. എൻ്റെ വീട്ടിലും നന്നായി പഠിക്കണം എന്ന് പറയും. എല്ലാ സമയം അല്ല, കൂടുതൽ സമയം പഠിക്കണം എന്ന് പറയും. പിന്നെ സമയം വെറുതെ പാഴാക്കരുതെന്ന് പറയാറുണ്ട്. പിന്നെ അമ്മേനെ വീട്ടുജോലികൾ സഹായിക്കണം എന്ന് പറയും. വെറുതെ ഇരിക്കുന്നതിനേക്കാളും ഭേദം വീട്ടിൽ സഹായിക്കുന്നതാണെന്നും പറയാറുണ്ട്. മോളുടെ അഭിപ്രായം എന്താണ്? എൻ്റെ പേര് ടീന കാതറിൻ. ഞാൻ 9th പഠിക്കുന്നത്. വീട്ടിൽ ചുമ്മാ ആവശ്യമില്ലാതെ വഴക്കുണ്ടാക്കി കളിക്കരുത്, വലിയ കുട്ടിയാണ്, അതിൻ്റെ ഇതൊക്കെ ഉണ്ടാവണം എന്നൊക്കെ പറയാറുണ്ട്. പിന്നെ പഠിക്കണം, നല്ലപോലെ പഠിക്കണം എന്ന് പറയും. പിന്നെ എപ്പോഴും നല്ല കുട്ടിയായിരിക്കണം, ആവശ്യമില്ലാതെ കുസൃതികളൊന്നും കൂടരുത്, അങ്ങനെയൊക്കെ പറയും. ഓക്കെ, വെരി ഗുഡ്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? മാതാപിതാക്കൾ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് വളരുന്ന മക്കളാണ് നിങ്ങളെല്ലാവരും തന്നെ, അല്ലേ? നല്ല ശിക്ഷണം ലഭിക്കുന്ന, സുരക്ഷിതത്വമുള്ള, സ്നേഹത്തിൻ്റെ സുരക്ഷിതത്വമുള്ള കുടുംബത്തിലാണ് നിങ്ങൾ വളരുന്നത്. മാതാപിതാക്കളെ വേദനിപ്പിച്ച് അനുസരണമില്ലാതെ വളരുന്ന മക്കൾ, അത്തരത്തിലുള്ള മക്കളെ പരിചയപ്പെട്ടിട്ടുള്ള, അത്തരത്തിലുള്ള മക്കളുടെ വിഷയങ്ങളിൽ ഇടപെട്ടിട്ടുള്ള ഒരു സിസ്റ്ററാണ് നമുക്കിന്ന് റിസോഴ്സ് പേഴ്സണായിട്ട് ഇവിടെ ഇരിക്കുന്നത്. നമ്മളിപ്പോൾ ചോദിച്ച കുട്ടികളെല്ലാവരും അവരുടെ മാതാപിതാക്കളിൽ നിന്ന് അവർക്ക് ശരിയായ നിർദ്ദേശങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നവരാണ്, സ്നേഹത്തിൻ്റെ ഒരു സുരക്ഷിതത്വത്തിൻ്റെ കീഴിൽ വളരുന്നവരാണ്, മാതാപിതാക്കൾ പറയുന്നവരനുസരിക്കുന്നുമുണ്ട്. എന്നാൽ ഇന്ന് എല്ലാ കുട്ടികളും അങ്ങനെയല്ല. ഇന്ന് നിരവധി കുഞ്ഞുങ്ങളുടെ പേരിൽ ക്രിമിനൽ കുറ്റങ്ങളുടെ വരെ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ വളരുന്ന നൂറുകണക്കിന് മക്കളെ അടുത്ത് പരിചയപ്പെടുകയും അവരുടെ കേസുകൾ പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് സിസ്റ്റർ ജാൻസിന. അപ്പോൾ സിസ്റ്ററിന് എന്താണ് ഈ രണ്ട് സാഹചര്യങ്ങളെ കൂടി വിലയിരുത്തിക്കൊണ്ട് പറയാനുള്ളത്? ഈ കുഞ്ഞുങ്ങൾ പറഞ്ഞതിൽ നമുക്ക് ആ പറഞ്ഞതിൽ നിന്ന് തന്നെ അവിടെ നിന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന 4 കുട്ടികളോടും പഠിക്കണം എന്ന് ഉപദേശിക്കുന്നുണ്ട്. ഇന്നത്തെ നമ്മുടെ സമൂഹത്തിലേക്ക് നോക്കുമ്പോൾ ചാവറപ്പിതാവ് വിഭാവനം ചെയ്ത ഒരു മാതാപിതാക്കളായി മാതാപിതാക്കൾ മാറുന്നുണ്ടോ എന്നൊരു സംശയം ഈ മേഖലയിലുള്ള, അതായത് കുറ്റവാസനയുള്ള, അവരെ നമ്മൾ പറയുന്നത് ചൈൽഡ് കോൺഫ്ലിക്റ്റ് വിത്ത് ലോ എന്നാണ്. കുറ്റക്കാരെന്ന് നമ്മൾ പറയാറില്ല. അവർ നിയമം ലംഘിക്കപ്പെട്ടിരിക്കുന്ന കുട്ടികൾ. ഈ കുട്ടികളെ ഞാൻ പേഴ്സണലായിട്ട് 3 വർഷത്തെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്, ഈ മാതാപിതാക്കളുടെ ഉപദേശം കൃത്യമായി കുഞ്ഞുങ്ങളിൽ എത്തുന്നുണ്ടോ എന്നൊരു വലിയ സംശയം. അതായത് മാതാപിതാക്കൾ ഏത് അർത്ഥത്തിലാണോ ഉപദേശിക്കുന്നത്
ആ അർത്ഥം കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ടോ എന്ന് മാതാപിതാക്കൾ അറിയുന്നില്ല. മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നും കുറേ പ്രോബ്ലംസ് ഉണ്ട്. അത് വെച്ചിട്ട് അവരിപ്പോൾ ഈ കുട്ടികൾ 4 പേരും പറഞ്ഞത് നന്നായി പഠിക്കണമെന്ന് മാതാപിതാക്കൾ പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഒരു സോഷ്യൽ സ്ട്രക്ചർ ഇന്ന് കേരളത്തിലെ നോക്കുകയാണെങ്കിൽ നമ്മൾ 2 കാര്യങ്ങളിലും വ്യക്തമായി ശ്രദ്ധിക്കുന്നുണ്ട് മാതാപിതാക്കൾ. ഒന്ന്, കുട്ടികളെ നന്നായിട്ട് പഠിപ്പിച്ചൊരു സമ്പദ് വ്യവസ്ഥ ഭദ്രമാകാൻ വേണ്ടി മാർക്ക് കൂടുതൽ കിട്ടുക, അങ്ങനെ വളർത്തിക്കൊണ്ടുവരുന്നൊരു സിസ്റ്റം. ഇനി രണ്ടാമത്തെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു സോഷ്യൽ സ്റ്റാറ്റസ്. ഈ സോഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറയുമ്പോൾ ഞാൻ, എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ സമൂഹത്തിൽ അംഗീകരിക്കപ്പെടണം. അതുകൊണ്ട് ഈ കുഞ്ഞുങ്ങളൊരു തെറ്റും ചെയ്യാൻ പാടില്ല. എന്തെങ്കിലുമൊക്കെ തെറ്റ് അവർ ചെയ്ത് കണ്ടുപിടിച്ചാൽ അത് ഹൈഡ് ചെയ്യപ്പെടുന്നു. കാരണം സമൂഹത്തിലെ സ്റ്റാറ്റസ് കീപ്പ് ചെയ്യാൻ വേണ്ടി. അത് രണ്ടും കൂടി ആകുമ്പോഴേക്കും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഉപദേശത്തിൽ ഒരു ഡിറക്ഷൻ മാറിപ്പോകുന്നുണ്ട്. വെള്ളം ചേർക്കൽ, ചെറിയ തെറ്റുകളൊന്നും തെറ്റുകളല്ലാതെ മൂടി വയ്ക്കപ്പെടുന്നു. സമൂഹത്തിൽ അവർ അംഗീകരിക്കപ്പെടാൻ വേണ്ടി ചാവറപ്പിതാവ് പറഞ്ഞ ഒരു ലക്ഷ്യത്തിൽ നിന്നും മാറിപ്പോകുന്നു. ചാവറപ്പിതാവ് പറയുന്ന ഒരു ഉപദേശം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മുമ്പിൽ ജീവിക്കുന്ന മാതാപിതാക്കൾ കൊടുക്കുന്ന ഉപദേശത്തെക്കുറിച്ചാണ്. പക്ഷേ ഇന്ന് നമ്മൾ കണ്ടെത്തുന്ന ഉപദേശം ഈ 2 സ്വാധീനങ്ങളും കൂടെ കൂടിയ ഉപദേശം. എല്ലാവരും എന്നല്ല, പക്ഷേ കുറ്റകൃത്യങ്ങൾ ചെയ്ത് വരുന്ന കുട്ടികളെ നമ്മൾ പഠിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് അവർക്ക് കൊടുത്തിരിക്കുന്ന ഉപദേശത്തിൽ കുറച്ചൊക്കെ പാളിച്ച്. എല്ലാ കുട്ടികളും മാതാപിതാക്കൾ മോശമായിട്ടെന്നല്ല അതിൻ്റെ അർത്ഥം. പക്ഷേ നല്ലൊരു ശതമാനം, ഒരു 70% ആ രീതിയിൽ വരുന്നതായിട്ട് കാണുന്നു. സിസ്റ്റർ പറഞ്ഞതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമുണ്ട്. ചാവറപ്പിതാവ് ഇങ്ങനെയൊരു ഉപദേശം പറയുമ്പോൾ ദൈവത്തിന് മുമ്പിൽ ജീവിക്കുന്ന മാതാപിതാക്കൾ നൽകുന്ന ഉപദേശം, അല്ലെങ്കിൽ ദൈവത്തിന് മുമ്പിൽ ജീവിക്കുന്ന മാതാപിതാക്കളും മക്കളും കൂടിയുള്ള ഒരു കുടുംബ ജീവിതാനുഭവം, അതാണ് ചാവറപ്പിതാവ് കൊണ്ടുവരുന്ന ഒരു ചിന്ത. ഇന്നത്തെ മാതാപിതാക്കളിൽ പലർക്കും സമൂഹത്തിന് മുമ്പിൽ അവരുടെ സ്റ്റാറ്റസ് നിലനിർത്തിക്കൊണ്ട് എങ്ങനെ ജീവിക്കാൻ കഴിയും, അതിന് മക്കളൊരു തടസ്സമാകരുത്, അല്ലേ? മക്കളുടെ പ്രവൃത്തി അവരുടെ അഭിമാനബോധത്തെ മുറിപ്പെടുത്തരുത്, കുടുംബ പേര് നശിപ്പിക്കരുത്, ഈ പപ്പയ്ക്കും മമ്മിക്കും പൊതുസമൂഹത്തിലുള്ള അവരുടെ സ്റ്റാറ്റസ്, അവരുടെ അന്തസ്സ് നഷ്ടപ്പെട്ടു പോകരുത്. അതിനൊക്കെ സഹായിക്കുന്ന രീതിയിലേക്ക് ഈ ഉപദേശം മാറിപ്പോകുന്നു എന്നുള്ളൊരു രീതിയിലാണ് സിസ്റ്റർ കൊണ്ടുവന്നത്. സിസ്റ്റർ എന്തെങ്കിലും ഉദാഹരണം പറയാനുണ്ടോ? അല്ല, അതിനു മുമ്പ് ഇതൊരു അടിസ്ഥാനപരമായൊരു ചേഞ്ചാണ്. എന്ന് പറഞ്ഞാൽ ചാവറപ്പിതാവ് ഉദ്ദേശിച്ചത് മാതാപിതാക്കളും മക്കളും തമ്പുരാൻ്റെ മുമ്പിൽ ഏറ്റവും ഉത്തരവാദിത്വത്തോടു കൂടി ജീവിക്കുന്നവരാണ്. മാതാപിതാക്കളോട് പറഞ്ഞത് മക്കൾ നിങ്ങളുടെ കൈകളിലെ ദൈവ നിക്ഷേപമാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ മാതാപിതാക്കൾ മക്കളെ നോക്കുക എന്ന് പറയുന്നത് വെറുതെ നോക്കാനായിട്ടല്ല, അത് ഏതൊരു അപ്പൻ്റെയും അമ്മയുടെയും ഉത്തരവാദിത്വവും കടമയുമാണ് എന്ന് കൃത്യമായി അടിവരയിട്ട് പറയുകയാണ്. ഇങ്ങനെയുള്ളൊരു മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അത് ഉത്തരവാദിത്വമായിട്ട് വരുന്നില്ല. അവർക്ക് അവരുടെ സ്റ്റാറ്റസ് കീപ്പ് ചെയ്യുന്നതിന് വേണ്ടി അവരുടെ സ്റ്റാറ്റസ്, മക്കളുടെ അല്ല, അവരുടെ സ്റ്റാറ്റസ് കീപ്പ് ചെയ്യുന്നതിന് വേണ്ടി മക്കളൊരു ഇരകളായി മാത്രം സൂക്ഷിക്കപ്പെടുന്നു എന്നുള്ളിടത്തു നിന്നുമാണ് ഈ അപകടങ്ങളുണ്ടാകുന്നത്. മക്കളും ഭാവിയിൽ മാതാപിതാക്കളാകേണ്ടവരാണെന്നും ഒരു സമൂഹത്തെ വളർത്തിക്കൊണ്ട് വരേണ്ടവരാണെന്നുമുള്ള ആ ഒരു വലിയ ഉത്തരവാദിത്വ ബോധം ഈ ഒരു വാക്കുകളിൽ മാതാപിതാക്കൾക്കില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴാണ് ഒരുപക്ഷെ അതിന് കൂടുതൽ ഉദാഹരണങ്ങൾ ഒരുപക്ഷെ സിസ്റ്റം പറയാൻ പറ്റും. അതായത് തിരുസഭാ പഠനം നോക്കുമ്പോൾ ചാവറപ്പിതാവ് 1868 ഇതേക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്നു. വീണ്ടും തിരുസഭയുടെ പഠനങ്ങളിലേക്ക് നോക്കുമ്പോൾ 1970-80 കാലഘട്ടങ്ങളിലാണ് നമ്മൾ ഫെമിലിയാരിസ് കോൺസോർഷ്യ, അതായത് കുടുംബം ഒരു സ്നേഹ കൂട്ടായ്മ എന്നുള്ളൊരു വിഷയം സഭ പഠിപ്പിച്ച് ദൈവജനത്തിലേക്ക് ഇറങ്ങുന്നത്. ജോൺ പോൾ രണ്ടാമൻ 82 അതിൻ്റെ പഠനം തുടങ്ങുന്നത് അതിന് കുറച്ച് പിന്നിലെ തുടങ്ങിയെന്ന് വിചാരിക്കുക. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ 2 പഠനങ്ങളും, ചാവറപ്പിതാവ് പഠിപ്പിച്ച കുടുംബ ചട്ടങ്ങളും തിരുസഭ ഇന്ന് പഠിപ്പിക്കുന്ന ഫെമിലിയാരിസ് കോൺസോർഷ്യയിലൂടെ പഠിപ്പിക്കുന്ന കാര്യങ്ങളും തമ്മിൽ വളരെയധികം സാമ്യം കാണുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഞാൻ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ പേരിൽ സ്ഥാപിതമായ ഫാമിലി സ്റ്റഡീസ്, ജോൺ പോൾ സെക്കൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഫാമിലി സ്റ്റഡീസ് എന്ന റോമിൽ സ്ഥാപിതമായിരിക്കുന്ന ഒരു സ്കൂളിലെ PG സ്റ്റുഡൻ്റാണ്. അപ്പോൾ അവിടെ ഞാൻ അത് പഠിച്ചു. ഇവിടെ ചാവറപ്പിതാവിൻ്റെ സന്യാസിനി സമൂഹത്തിലെ ഒരംഗമെന്ന നിലയിൽ ഇതും പഠിച്ചു. ഇത് തമ്മിൽ വളരെയധികം സാമ്യമുണ്ട്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നത് ഓരോ കുടുംബവും പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ചെറിയ പതിപ്പാണ്, ഗാർഹിക സഭയാണ്. അതിന് ഈ ലോകത്തിൽ ജീവിക്കുന്ന മോഡൽ എന്ന് പറയുന്നത് തിരുക്കുടുംബമാണ്. ചാവറപ്പിതാവിൻ്റെ പഠനവും അതുപോലെ തന്നെയാണ് വരുന്നത്. തിരുക്കുടുംബത്തെ യോസേപ്പിതാവിനെയും മാതാവിനെയും ഉണ്ണീശോയെയും കാണിച്ചു കൊടുത്തിട്ടാണ്
മാതാപിതാക്കളോട് ഈ ഉപദേശം കൊടുക്കുന്നത്. ആ ഒരു കൺസെപ്റ്റിലേക്ക് നമ്മുടെ മാതാപിതാക്കൾ വളർന്നിട്ടുണ്ടോ? ഉദാഹരണത്തിന് ഞാൻ പറയുകയാണെങ്കിൽ, കുട്ടികൾ ചെയ്യുന്ന കുറ്റവാസനകൾ വളരെ ചെറുപ്പത്തിലേ തിരുത്തി കൊടുത്താൽ ബിഹേവിയർ മോഡിഫിക്കേഷൻ നടത്താൻ പറ്റും. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഞാനൊരു വീട് വിസിറ്റ് ചെയ്തപ്പോൾ ഒരു 5 വയസ്സുള്ള പെൺകുട്ടി ബക്കറ്റിലിരിക്കുന്ന വെള്ളം കപ്പ് കൊണ്ട് കോരിക്കൊണ്ടുപോയി വാടിയിരിക്കുന്ന ചെടിക്ക് ഒഴിക്കുന്നു. ഇത് കണ്ടതേ ഞാൻ കൊച്ചിനോട് പറഞ്ഞു, നന്നായി ചെയ്തു, കൺഗ്രാജുലേഷൻ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവളെ അഭിനന്ദിച്ചു. വേഗം 2.5-3 വയസ്സ് കാണും അനുജൻ. ഇവനിത് കേട്ടോണ്ട് നിൽക്കുക. ഇവൻ വേഗം തെന്നി പോയി ഈ ചേച്ചി ഇട്ട കപ്പെടുത്തിട്ട് വെള്ളം കൊണ്ട് ചെടിയുടെ അടുക്കൽ ചെല്ലുമ്പോഴത്തേക്കും 3/4 വെള്ളവും പോയിരിക്കും. പക്ഷേ അവൻ അത് ഒഴിച്ചിട്ട് എന്നെ നോക്കുക കൺഗ്രാജുലേഷൻ കിട്ടാൻ. അതാണ് ബിഹേവിയർ മോഡിഫിക്കേഷൻ. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുത്തുകൊണ്ട് ഇന്നത്തെ കുട്ടികളെ ഈ ചാമറപ്പിതാവ് വിഭാവനം ചെയ്യുന്ന ലക്ഷ്യത്തിലേക്ക് നയിക്കാൻ പറ്റണം. അതിന് മാതാപിതാക്കൾ കേപ്പബിൾ ആയിത്തീരണം. നമ്മുടെ പല മാതാപിതാക്കളും മക്കൾ ഒത്തിരിയേറെ നല്ല കാര്യങ്ങൾ ചെയ്താലും പലപ്പോഴും അവരെ ഒരു വാക്ക് പറഞ്ഞ് അഭിനന്ദിക്കുവാൻ അത്ര താല്പര്യം കാണിക്കാറില്ല. മിക്കവാറും മാതാപിതാക്കൾ ചെയ്യാറുണ്ട്. എന്നാലും അത് എന്നോട് ചിലർ പറഞ്ഞത്, അവനെ കണ്ടമാനം അഭിനന്ദിച്ചാൽ അവൻ ഒരു അഹങ്കാരിയായി പോകുന്നതാണ്. അങ്ങനെ നിങ്ങൾ നല്ല കാര്യം ചെയ്തിട്ട് അങ്ങനെ അഭിനന്ദനം കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ട് അങ്ങനെ കിട്ടാണ്ട് വല്ല എഴുന്നിട്ടുണ്ടോ? എന്ത് പറയണം? എന്താ അമ്മയുടെ പേര്? ജുവൽ. നല്ല കാര്യം ചെയ്യാറുണ്ടോ? എന്നിട്ട് എന്ത് പറയുമ്പോഴാണോ പപ്പയും മമ്മിയും നന്നായിട്ട് അഭിനന്ദിക്കുന്നത്? എല്ലാ കാര്യത്തിലും അഭിനന്ദിക്കുകയാണോ? രാവിലെ മുതൽ അഭിനന്ദിച്ചുകൊണ്ടിരിക്കുക? എന്താണ് മോളുടെ അഭിപ്രായം? പറയുന്ന അനുസരിക്കുമ്പോഴും നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അഭിനന്ദിക്കാറുണ്ട്. പിന്നെ എപ്പോഴാണ് തെറ്റ് പറയുമ്പോൾ എന്താ ചെയ്യണത്? തെറ്റ് കാണിക്കുമ്പോൾ വഴക്ക് പറയാറുണ്ട്. പിന്നെ അങ്ങനെ പറയരുതെന്ന് ചെയ്യരുതെന്ന് പറയാറുണ്ട്. ശരിക്കും വിഷമം തോന്നിയിട്ടുണ്ടോ വഴക്ക് പറഞ്ഞപ്പോൾ ഏതെങ്കിലും സമയത്ത്? വിഷമം തോന്നിയിട്ടുണ്ട്. തല്ലി കിട്ടിയിട്ടുണ്ടോ? തല്ലി കിട്ടിയിട്ടുണ്ട്. ആണോ? തല്ലി കിട്ടിയപ്പോഴോ പപ്പയുടെ മമ്മിയുടെ വിഷമം തോന്നിയോ? എത്ര നേരം ആ വിഷമം നിൽക്കും? കുറച്ച് നേരം നിൽക്കുള്ളൂ. ഇങ്ങനെ മോൾക്ക് എങ്ങനെയാണ്? എൻ്റെ പേര് അമിയ വിൽസൺ. ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. പപ്പയും അമ്മേനെ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും പിന്നെ ചേട്ടനുമായിട്ട് അടി ഉണ്ടാക്കുമ്പോഴൊക്കെ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. തല്ലാറൊക്കെ ഉണ്ട്. പിന്നെ അഭിനന്ദിക്കുന്നത് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അഭിനന്ദിക്കാറുണ്ട്. നമ്മുടെ ഒരു കുട്ടികളുടെ ഒരു സംസ്കാരം വെച്ച് നല്ല കുടുംബത്തിലെ കുഞ്ഞുങ്ങൾ സ്വാഭാവികമായിട്ടും, അതായത് ഒരു ശിക്ഷണം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞുങ്ങൾ തന്നെ ആയിരിക്കാം പലപ്പോഴും ഒരു സൗഹൃദം സംഘം രൂപീകരിക്കുന്നത്, അല്ലേ? സ്കൂളിൽ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്, സ്കൂളിൽ എപ്പോഴും പിയർ ഗ്രൂപ്പിൻ്റെ ഒരു കൂട്ടായ്മ ഉണ്ടാകുമ്പം സമാനമായ ഒരു സംസ്കാരവും ആശയവിനിമയ സാധ്യതയുമുള്ള ഒരു കുട്ടികളുടെ ഒരു കൂട്ടായ്മയാണ് ഒരുമിച്ച് കൂടുക. പലപ്പോഴും തീരെ ഉഴപ്പ് കാണിക്കുന്ന, നിയമലംഘനം നടത്തുന്ന അല്ലെങ്കിൽ ചിട്ടയില്ലാത്ത ജീവിതം നയിക്കുന്ന കുടുംബങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികൾ അവരറിയാതെ ഒരു ഗ്യാങ്ങായിട്ട് മാറുകയാണ് ചെയ്യുന്നത് പലപ്പോഴും. അപ്പോൾ നമ്മുടെയൊക്കെ ക്ലാസ് മുറികളിൽ, അല്ലെ നമ്മുടെ ആൺപിള്ളേരോട് ഇതുവരെ നമ്മളൊന്നും ചോദിച്ചില്ല, നമ്മുടെയൊക്കെ ക്ലാസ് മുറികളിൽ നിയമലംഘനം നടത്തുന്ന അല്ലെങ്കിൽ ചെയ്യരുത് എന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്ന കൂട്ടുകാർ, അങ്ങനെയുള്ള കൂട്ടുകാരുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം എങ്ങനെയാണ്? നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകാറുണ്ടോ നിയമലംഘനം നടത്താനായിട്ട്? എന്താ അഭിപ്രായം? മൈക്കോടെ. അങ്ങനെ എൻ്റെ പേര് ജെറിൻ. ഞാൻ 9ൽ പഠിക്കുന്നു. അങ്ങനെ ക്ലാസ്സിൽ കാര്യമായിട്ടാരും തന്നെ ഇല്ല. ഉണ്ടെങ്കിൽ തന്നെ അത് കൂടെയുള്ളവർ കറക്റ്റ് ചെയ്യും. അങ്ങനെ ഒരു ടെൻഡൻസി ഞങ്ങളുടെ ക്ലാസ്സിലുണ്ട്. അപ്പം അത് തെറ്റാണ് ചെയ്യുന്നതെങ്കിൽ ഞങ്ങൾ അതിനോട് കൂടാതെ ടീച്ചർമാരോട് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്. അപ്പോൾ അങ്ങനെ അത് തിരുത്താനുള്ളൊരു അവസരം ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. നിങ്ങളുടെ സ്കൂളിൽ അങ്ങനെ ഒരു കൾച്ചറുണ്ട്? ഉണ്ട്. തെറ്റ് ചെയ്യുന്ന കൂട്ടുകാരോട് സപ്പോർട്ട് ചെയ്യാതെ അവരെ നേർവഴിക്ക് നടത്തുവാനൊരു ടെൻഡൻസി ഞങ്ങളുടെ ക്ലാസ്സിലും ഞങ്ങളുടെ സ്കൂളിലും നിലനിൽക്കുന്നുണ്ട്. സിസ്റ്റേഴ്സ് ഏത് രീതിയിലാണ് അതിനോട് പ്രതികരിക്കുക? കുട്ടികളുടെ ഇത്തരത്തിലുള്ള സ്വഭാവ വികലതകൾ, നിയമലംഘനം നടത്താനുള്ള, അച്ചടക്കരഹിതമായി പെരുമാറാനുള്ള സ്വാഭാവികമായിട്ടുള്ള വാസനകളോട് മറ്റു കൂട്ടുകാർ, സഹപാഠികൾ ഏത് രീതിയിൽ പ്രതികരിക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു ശിക്ഷണമാണ് സ്കൂളിൽ കൊടുക്കുന്നത്?
എൻ്റെ പേര് സിസ്റ്റർ ജോസ്ലിൻ. കുട്ടികളിലൊരു ഓപ്പൺനെസ് ഞങ്ങൾ കാണാറുണ്ട്. തെറ്റ് കണ്ടാൽ അത് മറച്ചു വെച്ച് ആരും അറിയാതിരിക്കാനുള്ള ഒരു ടെൻഡൻസി അല്ല. കണ്ടാലത് ആരെങ്കിലും ഒന്ന് ഞങ്ങളടുത്ത് പറഞ്ഞ് അത് തിരുത്താനുള്ളൊരു അവസരം കുട്ടികളിലൊരു ഓപ്പൺനെസ് ഞങ്ങൾ കാണുന്നുണ്ട്. അത്തരം ഒരു ഓപ്പൺനെസ് സ്കൂളിൽ ഞങ്ങൾ കൊടുക്കുന്നുമുണ്ട്. കാരണം അത് കുട്ടികൾ തെറ്റിപ്പോകരുതെന്നൊരു ആശയം ഞങ്ങൾക്കുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊരു ഉപദേശങ്ങൾ കൊടുക്കാറുമുണ്ട്. കുട്ടികളത് ആ ഒരു ഉപദേശത്തിൻ്റെ വഴികളിലൂടെ തന്നെ വരുന്നതായിട്ടുള്ള ഒരു അനുഭവമാണുള്ളത്. ഫുള്ളല്ല എങ്കിൽ പോലും ഞങ്ങൾക്കൊരു 75% ഞങ്ങൾക്ക് പറയാം. കുട്ടികൾ ഒന്ന് റിപ്പോർട്ട് ചെയ്യാറുണ്ട്. അങ്ങനെ തിരുത്താനുള്ളൊരു സാഹചര്യം ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഇതൊരു കോമൺ ട്രെൻഡായിട്ട് സിസ്റ്ററിന് തോന്നാറുണ്ട്. അതായത് സാധാരണഗതിയിൽ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് പരസ്പരം പങ്കുവയ്ക്കുക എല്ലാവരുടെയും ഒരു സ്വഭാവമാണ്. പക്ഷേ ഒരു കുട്ടിക്ക് ഒരു തെറ്റ് പറ്റി അല്ലെങ്കിൽ ഒരു കുട്ടി ഒരു തെറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇൻറ്റിമേറ്റ് ഫ്രണ്ട്സ് ഉണ്ടല്ലോ അല്ലേ, പിയർ ഗ്രൂപ്പ്സ്, എൻ്റെ കൂട്ടുകാരികൾ അല്ലെ എൻ്റെ കൂട്ടുകാരന്മാർ എന്ന് പറയുന്ന രീതിയിൽ ഒരു 5-6 പേരുടെ ഒരു ചെറിയ ഗ്രൂപ്പുണ്ട്. എല്ലാ ക്ലാസ്സിലുമുണ്ട്, സ്കൂളിലുമുണ്ട്. പക്ഷേ ചില കുട്ടികൾ വലിയ അബദ്ധങ്ങളിൽ ചെന്ന് ചാടുമ്പോൾ പിടിക്കപ്പെട്ട് കഴിയുമ്പോഴാണ് മറ്റു കൂട്ടുകാർ പറഞ്ഞത് ഞങ്ങൾക്ക് നേരത്തെ അറിയായിരുന്നു. എനിക്കതുപോലുള്ള ചില അനുഭവങ്ങൾ ഉണ്ട്. ഒരു കുഞ്ഞിന് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിക്ക് ഒരു ഫോൺ വാങ്ങിച്ചു കൊടുക്കാം എന്ന്, അവളെ പ്രേമിക്കുന്നു എന്നൊരുത്തൻ പറയുന്നു. അവൾക്കൊരു ഫോൺ വാങ്ങിച്ചു കൊടുക്കുന്നു. അവസാനം പാതിരാത്രിക്ക് അമ്മയുടെ കൂടെ കിടക്കുന്ന കുട്ടി ഇയാൾക്ക് ഫോൺ വിളിക്കുന്നതിൻ്റെ ഒച്ച കേട്ട് അമ്മ എഴുന്നേറ്റ് പിടിക്കുന്ന സമയത്താണ്, പിന്നീട് വിശദാംശങ്ങൾ ചോദിക്കുന്ന സമയത്താണ് ഈ കൊച്ചിൻ്റെ 6 പേർക്ക് ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയായിരുന്നു. 3 മാസമായിട്ടുണ്ടായ ഒരു ഡെവലപ്മെൻറ്റാണ്. ഇനി 10ാം ക്ലാസ്സിൽ പഠിച്ച ഒരു കുട്ടിയാണ്, ഇവൾക്ക് മറ്റേയാൾ അവളെ പ്രേമിക്കുന്നുണ്ട്. 36 വയസ്സുള്ളവനാണ് പ്രേമിക്കുന്നത്. ഇതിനകത്തെ വൈരുദ്ധ്യമോ ഇതൊന്നും ഈ കൂട്ടുകാരും ഇവളോട് പറഞ്ഞു കൊടുക്കാനോ അല്ലെങ്കിൽ മാതാപിതാക്കളോട് പറയാനോ അധ്യാപകരോട് പറയാനോ തയ്യാറായില്ല. അവസാനം പിടിക്കപ്പെട്ട ദൈവാനുഗ്രഹം കൊണ്ട് ഒറ്റ മോളായിരുന്നു. അമ്മയുടെ കയ്യിൽ തന്നെ പിടുത്തം കിട്ടിക്കഴിഞ്ഞപ്പോൾ പറഞ്ഞു കൊടുത്ത് ഉപദേശങ്ങൾ കൊടുത്തു കഴിഞ്ഞപ്പോൾ കൊച്ചത് സ്വീകരിച്ചു. അത് വളരെ നല്ല കാര്യം. കൊച്ചിപ്പോഴും വീട്ടിൽ തന്നെയുണ്ട്, നഷ്ടപ്പെട്ടു പോയില്ല. പക്ഷേ അന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഈ കൂട്ടുകാർ 6-7 കൂട്ടുകാരുണ്ട്. ഇവരെല്ലാവരും അവളെ ഒരാൾ പ്രേമിക്കുന്നു എന്ന് പറയുന്നത് ഒരു വലിയ വീര സംഭവമായിട്ട് അങ്ങ് വാഴ്ത്തുകയും അവളെ അങ്ങ് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യാണ്. 13 വയസ്സ് പൂർത്തിയാകാത്ത ഒരു കുട്ടിയാണ് ഇത്തരത്തിൽ 30-36 വയസ്സുള്ള ഭാര്യയും കുട്ടികളുമുള്ളൊരു പെൺവാണിഭക്കാരൻ്റെ ഇരയായി തീരാനായിട്ട് പോയത്. ദൈവാനുഗ്രഹം കൊണ്ട് പോയില്ല. പക്ഷേ ശരിയായിട്ടുള്ള കൂട്ടുകാരാണെങ്കിൽ തെറ്റാണ് ചെയ്യുന്നത്, തെറ്റിലേക്കാണ് പോകുന്നത് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ കൂട്ടുകാർ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ ഒന്നുകിൽ അധ്യാപകരോട് പറയും അല്ലെങ്കിൽ കൂട്ടുകാരോട് തന്നെ പറഞ്ഞ് കറക്റ്റ് ചെയ്യും. സിസ്റ്ററിൻ്റെ അനുഭവം എന്താണ് ഇത്തരത്തിൽ തെറ്റുകളിലേക്ക് പിയർ ഗ്രൂപ്പിൽ ഉണ്ടാകുന്ന ഈ ഒരു സപ്പോർട്ട് പോസിറ്റീവ് സപ്പോർട്ടാണോ എപ്പോഴും? തെറ്റ് ഇപ്പം നല്ല മാതാപിതാക്കളുടെ മക്കൾ ഉപദേശങ്ങൾ സ്വീകരിച്ച് വളരുന്നു, അവർ തെറ്റിലേക്ക് പോകാതിരിക്കാനായിട്ട് സ്വയം പ്രചോദിപ്പിക്കുന്നു. പക്ഷേ പലപ്പോഴും തെറ്റിൽപ്പെടുന്ന കുട്ടികളുടെ പിയർ ഗ്രൂപ്പ്, ആ കൂട്ടുകാർ ഒരിക്കലും ഈ തെറ്റ് ചെയ്യരുതെന്ന് അവരോട് പറയാറുണ്ടോ? അല്ലെങ്കിൽ എന്താണ് സിസ്റ്ററിൻ്റെ അഭിപ്രായം? എൻ്റെ കുട്ടികളുമായിട്ടുള്ള ഇടപെടലിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, ഇപ്പോൾ ഈ കുട്ടികൾ പറഞ്ഞ വളരെ പോസിറ്റീവായ ഒരു കാര്യമാണ്. അത് കാണുന്നില്ല, അത് വളരെ കുറവേ കാണുന്നുള്ളൂ. കുട്ടികൾ ഈ പിയർ ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ് എന്ന് പറയുമ്പോൾ അതിൽ നാച്ചുറൽ ഒരു ലീഡർ കാണും. ആ ലീഡർ തെറ്റിനെ കൂട്ടുപിടിക്കുന്ന ഒരാളാണ്, എന്തെങ്കിലും ബിഹേവിയർ ഡിസോർഡർ ഉള്ള ഒരാളാണ് എങ്കിൽ ഈ ലീഡർ പറയുന്നതിനപ്പുറം ഈ കുട്ടികൾ പോകുന്ന കാണുന്നില്ല. അപ്പം ഞാൻ ജാമ്യമൊക്കെ കൊടുക്കാനുള്ള ഒരു സാധ്യത എനിക്കുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളെ കുറ്റകൃത്യം ചെയ്യുമ്പോൾ അവരെ പോലീസ് പിടിച്ച് അന്ന് അവർക്ക് പോലീസ് സ്റ്റേഷനിൽ വയ്ക്കത്തില്ല. അപ്പോൾ എൻ്റെ മഠത്തിലേക്ക് കൊണ്ടുവരും, രാത്രിയാണെങ്കിലും കൊണ്ടുവരുമ്പോൾ 3-4 കുട്ടികളായിരിക്കും ഒന്നിച്ച് ഓട്ടോറിക്ഷ കട്ടുകൊണ്ട് പോയി, ബൈക്ക് കട്ടുകൊണ്ട് പോയി, അല്ലെ ലാപ്ടോപ്പ് കട്ടുകൊണ്ട് പോയി, ഇങ്ങനെ ഒത്തിരി കാര്യം. ഈ കാര്യങ്ങളെക്കുറിച്ച് ഈ 4 പേരെയും തനിച്ച് കാണുമ്പോൾ അവൻ പറഞ്ഞിട്ട് ഞാൻ ചെയ്തു. ഒരു ഉദാഹരണം എൻ്റെ മനസ്സിൽ ഇപ്പോൾ വരുന്നത്, 4 കുട്ടികളെ പോലീസ് പിടിച്ചുകൊണ്ട് വന്ന് ഞാൻ 4 പേരെ തന്നെ കാണുമ്പോൾ മറ്റ് 3 പേരും പിൻ പോയിൻ്റ് ചെയ്തത് ഒരു വ്യക്തിയിലേക്കാണ്. ഞങ്ങളൊരു പാറപ്പുറത്ത് ഇരുന്ന് വർത്തമാനം പറയുകയായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ മുൻപിൽ ഒരു ചേട്ടൻ ഓട്ടോറിക്ഷ കൊണ്ടുവന്ന് അവിടെ നിർത്തി, താക്കോൽ അതേ തന്നെ ഇട്ടു. എന്നിട്ട് അപ്പുറത്തെ വീട്ടിലേക്ക് പോയി. ഒരു 3 മിനിറ്റ് നടക്കണം ആ വീട്ടിലേക്ക്. അപ്പോൾ ഇതിലെ ലീഡർ പറഞ്ഞു നമുക്ക് ഈ ഓട്ടോറിക്ഷ അടിച്ചു മാറ്റാം. അപ്പോൾ 3 പേര് ഒന്നിച്ച് പറഞ്ഞു ഇല്ല നമ്മളെ പിടിക്കും.
ഇല്ല നിങ്ങൾ വരാൻ പറയുന്നു, അവൻ ഓട്ടോറിക്ഷ ചാടി കയറുന്നു, ഇവർ ഒരു നോയും പിന്നെ പറയുന്നില്ല, ഇവർ പുറകിൽ കയറുന്നു. അവൻ ഓട്ടോറിക്ഷ എടുത്തു പോയി 2 മണിക്കൂർ കൊണ്ട് അവരെ പിടിച്ചു തിരിച്ചു കൊണ്ടുവന്നു. പക്ഷേ ഇതിൽ കുറ്റകൃത്യ വാസനയുള്ളത് ഒരു കുട്ടിക്കേ ഉള്ളൂ. മറ്റ് 3 പേരെ നമുക്ക് രക്ഷിക്കാൻ പറ്റും. പക്ഷേ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ ഹബിച്വലായിട്ട് അതിലേക്ക് അഡിക്റ്റഡ് ആയിട്ട് മാറുന്നുണ്ട്. ഇവരുടെയൊക്കെ ഫാമിലി ബന്ധങ്ങൾ എങ്ങനെയാണ്? അതായത് മാതാപിതാക്കൾ നല്ല രീതിയിലുള്ള ബന്ധമുള്ളവരാണോ? ഭൂരിഭാഗവും, അതായത് 95% കുറ്റവാസനയുള്ള കുട്ടികളുടെ ഫാമിലി ബ്രോക്കൺ ഫാമിലീസായിട്ട് കാണുന്നു. അതായത് മാതാപിതാക്കൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതകളുള്ളത് അല്ലെങ്കിൽ ഡിസോർഡേഴ്സ് ഉള്ളത് ഒക്കെയാണ്. പക്ഷേ ഒരു 5% ഹൈ സ്റ്റാൻഡേർഡ് സൊസൈറ്റിയിൽ ജീവിക്കുന്ന സാമ്പത്തികമായും സാംസ്കാരികമായും വിദ്യാസമ്പന്നമായും ഒക്കെ വളരെ ഉയർന്ന മേഖലയിലുള്ള കുടുംബങ്ങളിലെ കുട്ടികളെ കാണുന്നു. അവരെ തീർച്ചയായിട്ടും അവരതിലേക്കായത് ഈ സോഷ്യൽ സ്റ്റാറ്റസ് നിലനിർത്താൻ വേണ്ടി മാതാപിതാക്കളെ ചെറുപ്പം തൊട്ട് ചെയ്ത കുറ്റങ്ങൾ മൂടി വെച്ചത് കൊണ്ട് സംഭവിച്ചതാണ്. ഇന്ന് പല കുഞ്ഞുങ്ങളിലും മാതാപിതാക്കൾ തമ്മിലുള്ള അകൽച്ചയ്ക്കിടയിൽ അനാഥത്വം അനുഭവിക്കുന്ന കുട്ടികളാണ്. അവന് കിട്ടുന്ന സ്നേഹം പോരാ, അവന് നല്ല ഭക്ഷണം കൊടുക്കുന്നില്ല, അങ്ങനെയൊക്കെ അവൻ ഞങ്ങളോടൊന്ന് പറയാറുണ്ട്. അപ്പം ഞങ്ങൾക്ക് തന്നെ സങ്കടം തോന്നും. നമ്മൾ ആവശ്യവും അത്യാവശ്യവും ആഡംബരവും തിരിച്ചറിയുന്നില്ല പേരൻസ് കുട്ടികൾക്ക്. അവരുടെ ആഡംബരവും സാധിച്ചു കൊടുക്കുന്നത് കൊണ്ട് കുട്ടികൾ ശരിയേത് തെറ്റേത് ഏത് വേണം ഏത് വേണ്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. മോളുടെ വീട്ടിൽ എത്ര മക്കളുണ്ട്? ഞങ്ങൾ 4 പേരുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു മീൻ മുറിച്ച് കഴിഞ്ഞാൽ 4 കഷ്ണമാക്കിയേ പറ്റൂ. മാതാപിതാക്കൾ നമ്മളോട് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാലും അത് കുട്ടികളുടെ ആഗ്രഹം മനസ്സിലാക്കി അതനുസരിച്ച് നമ്മളോട് പറയുമ്പോഴാണ് നമുക്കത് ചെയ്യാനുള്ള ഒരു കരുതൽ, നമുക്ക് ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ടാവുള്ളൂ.